നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സമഗ്രമായി നമുക്കൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ചാണ്. പല ആളുകളും സെൽഫ് സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം കൂടിയാണിത്. അത് മാത്രമല്ല, അത് അധ്യാപകർക്ക് ക്ലാസ്സുകളിലും വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയും. അത് എല്ലാ വീടുകളിലും, അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുള്ള എല്ലാ വീടുകളിലും ഏകദേശം ഒരു 5ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. അത് റെഫറൻസ് ആയിട്ട് നമുക്ക് ഏത് കാലത്തും ഉപയോഗിക്കാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടപ്പെടുത്തിയ പുസ്തകം കൂടിയാണത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ഇത് ഏതെല്ലാം വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് ഉപകാരപ്പെടുക എന്നുള്ളത്. ഒരു 5ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള കുട്ടികൾ, ഡിഗ്രിയോ അല്ലെങ്കിൽ PG എല്ലാം എടുക്കുന്ന കുട്ടികൾക്ക് വരെ ഈ പുസ്തകം ഉപകാരപ്പെടും. അതേപോലെ തന്നെ PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച്, മറ്റു മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണിത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇന്നത്തെ ബുക്ക് റിവ്യൂവിൽ ചെയ്യാൻ പോകുന്നത്. ഈ പുസ്തകത്തിന്റെ പേര് ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നാണ്. ഇത് റെഫറൻസ് ആൻഡ് പ്രാക്ടീസ് ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റുഡൻസ്, അതായത് സൗത്ത് ഏഷ്യയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത പുസ്തകമാണ്. ഇതൊരു ഗ്ലോബൽ എഡിഷനാണ്. പക്ഷെ സൗത്ത് ഏഷ്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഇതിലെ കണ്ടന്റ് അല്ല സൗത്ത് ഏഷ്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത്, ഇതിന്റെ പ്രൈസാണ്. ഇതിന്റെ പ്രൈസ് ഏകദേശം 275 രൂപയാണ് ആമസോണിൽ ഇത് കാണിക്കുന്നത്. ഏകദേശം അതേ തുക തന്നെ നമുക്ക് ഒരുവിധം എല്ലാ പുസ്തക സ്റ്റാളുകളിലും ഇത് ലഭിക്കും. അപ്പോൾ സൗത്ത് ഏഷ്യൻ സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് ശ്രീലങ്ക. ഇത് ഗൾഫിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. ഗൾഫിൽ ഇതിന്റെ വില വരുന്നത് 120 ദിർഹമാണ്, ഏകദേശം 2500 രൂപയുടെ മേലെ വരും. ഓക്കെ, അത് മാത്രമാണ് ഈ എഡിഷനിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നതായിരിക്കും നല്ലത്. കാരണം വളരെ ചെറിയ പൈസയാണ് ഇവിടെ വരുന്നത്. പ്രിന്റഡ് ക്വാളിറ്റിയിൽ ഗൾഫിൽ കിട്ടുന്നതിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെയുള്ള വളരെ ലോക്കലായിട്ടുള്ള പേജുകളായിട്ടുള്ള കുറച്ചുകൂടി ഭംഗിക്കുള്ള പേജുകളായിരിക്കും ഉണ്ടായിരിക്കും. റൈമൺ മർഫിയാണ് ഇതിന്റെ എഴുത്തുകാരൻ. ഓൾറെഡി അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഗ്രാമർ ഏരിയയിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ്. ഇദ്ദേഹം ഈ സീരീസിൽ 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ, ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രാമർ. എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ വളരെ തീരെ ഒന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ച് ഹെൽപ്പ് ആവുന്ന ഒരു പുസ്തകമാണ്. വളരെ താഴെ ലെവലിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് ഒക്കെ ഇംഗ്ലീഷ് അറിയുന്ന, വായിക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ വായിച്ച വളരെ കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഓക്കെ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഇതിന്റെ പ്രസാധകർ. ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഗ്രാമർ പുസ്തകങ്ങളിൽ ഒന്നാണ്, ഗ്രാമർ സീരീസ് പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ പുസ്തകം എന്നുള്ളത് ഇതിന്റെ വളരെ പ്രത്യേകത. ഈ പുസ്തകത്തിലെ ഏറ്റവും നല്ലൊരു ഗുണം ഞാൻ കണ്ടിട്ടുള്ളത്, ഇത് കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആയ ആളുകൾ പഠിക്കുമ്പോൾ ഇതിന്റെ ബാക്കിൽ സ്റ്റഡി ഗൈഡ് എന്നൊരു ഭാഗമുണ്ട്. ഓക്കെ, ഈ സ്റ്റഡി ഗൈഡിൽ ഒരു ഭാഗത്തൊരു ചോദ്യം ഉണ്ടായിരിക്കും, അതിനൊരു 4 മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ആൻസറിന്റെ കീ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കീ നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ തെറ്റാണെങ്കിൽ അതിന് സമാനമായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 96 എന്നാണ് ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇതിലെ 96ാമത്തെ ലെസൺ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചു തുടങ്ങേണ്ട ആൾ ആദ്യം പോവുക, സ്റ്റഡി ഗൈഡ് എടുക്കുക, എന്നിട്ട് നിങ്ങളത് അതിലത്തെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക. അറിയാത്ത ചോദ്യങ്ങൾ, സംശയമുള്ള ചോദ്യങ്ങളും വിടുക. ഓക്കെ, ഉറപ്പുള്ളത് മാത്രമേ ആൻസർ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഏതെല്ലാം ആൻസർ തെറ്റി നോക്കാം. ആ തെറ്റിയ ആൻസറിന് നേരെ ഒരേ നമ്പർ ഉണ്ടായിരിക്കും. ആ ഒരേ നമ്പറും നിങ്ങൾ പഠിക്കേണ്ട പാഠത്തിൻ്റെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. പിന്നെ അധ്യാപകരെ സംബന്ധിച്ച് അതിൻ്റെ ബാക്കിൽ ഒരു ഇൻഡെക്സ് പേജ് ഉണ്ട്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഇൻഡെക്സ് പേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വുഡ് എന്നുള്ളൊരു വാക്കിനെ കുറിച്ച് മാത്രമാണ് സംശയമെങ്കിൽ ആ വുഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. 131, 135, 5D എന്നൊക്കെല്ലാം പേജ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആ ഭാഗത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതുന്ന പോലെയല്ല, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഗുണങ്ങൾ ഒന്നതാണ്. ഓക്കെ, ഇത് ടീച്ചേഴ്സിന് വളരെ ഉപകാരമാണ്. ടീച്ചേഴ്സിന് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഒപ്പം തന്നെ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ്നെസ് ഫീലിംഗ്, ഗ്രാമറിൽ ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ പഠിച്ചു എന്നുള്ളൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യും. ഓരോ പാഠങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്ത സൈഡിൽ ഒരു തിയറി, അതിന്റെ വിശദീകരണങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനെല്ലാം കൊടുത്തതിന് ശേഷം വലത്തെ സൈഡിൽ അതിന്റെ എക്സസൈസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സസൈസുകൾ ചെയ്യാം. അതിന്റെ കീ ആൻസർ കീ അതിന്റെ ലാസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കത് മനസ്സിലായിട്ട് വീണ്ടും പഠിക്കാം. ഒരുപാട് വൊക്കാബുലറി ഡെവലപ്പ് ആവും എന്നുള്ളത്
ഓരോന്നിനും ഓരോ പാഠം കഴിയുമ്പോൾ ചുരുങ്ങിയത് ഒരു 25 എക്സസൈസുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട സെന്റൻസ് സ്ട്രക്ചറുകളും മറ്റു കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുണ്ടായി. നമുക്ക് കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഏകദേശമല്ല കൃത്യമായി വരുന്നത് 136 ലെസൺസ് ആണ്. ഓക്കെ, അതിൽ 1 മുതൽ 6 വരെ ലെസൺസ് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസിനെ കുറിച്ച് മാത്രമാണ് വിശദീകരിക്കുന്നത്. 7 മുതൽ 18 വരെ പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ്. പിന്നെ ഫ്യൂച്ചർ 19 മുതൽ 25 വരെ. ഇവിടെ ഫ്യൂച്ചർ എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഫ്യൂച്ചർ ടെൻസ് എന്നുള്ളതാണ് കൊടുക്കുന്നില്ല. കാരണം ഫ്യൂച്ചർ ടെൻസ് ഇല്ല എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ പ്രത്യേകത. അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, പിന്നെ മോഡൽസിനെ കുറിച്ച് 26 മുതൽ 36 വരെ. കണ്ടീഷണൽ, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻസ് ആൻഡ് ഓക്സിലറി വെർബ്സ്, ING ആൻഡ് ഇൻഫിനിറ്റീവ് ആൻഡ് ആർട്ടിക്കിൾസ് ആൻഡ് nouns and pronouns and determinants. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിന് ആകെ 2 പാഠങ്ങളേ ഉള്ളൂ. റിപ്പോർട്ടഡ് സ്പീച്ച് സമഗ്രമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചെറിയൊരു ന്യൂനത. ഓക്കെ, ബാക്കി ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെടുന്ന പുസ്തകമാണ്. നമ്മൾ പെൻസിൽ എടുത്ത് വർക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റഡി ഗൈഡുകളുണ്ട്. ലാസ്റ്റ് കുറച്ച് അപ്പൻഡിക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൊത്തം ഗ്രാമറിനെ സ്വാംശീകരിച്ചുകൊണ്ട് 4 പേജിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ. അത് ഒക്കെ റെഫറൻസ് ആയിട്ട് ക്ലാസ് റൂം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വീട്ടിലൊക്കെ ഒട്ടിച്ചു വെക്കാം, അതിൻ്റെയൊക്കെ പ്രിന്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് അത് കോപ്പി എടുത്തിട്ട് കൊടുക്കാം. കുട്ടികളെ സംബന്ധിച്ച് ആ ഭാഗം കോപ്പിയബിൾ ആണ്, അത് പ്രശ്നമില്ല. അപ്പോൾ ഇത്തരം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ പേര് മറക്കണ്ട, ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് റൈമൻ മോർഫി. സെക്കൻഡ് എഡിഷൻ ആണത്. പുസ്തകത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽ ലെസൺസ്, നമ്മൾ ഓരോ ലെസൺസും നമ്മളുടെ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക്